റോമാലേഖനം 3-ാം അധ്യായം ഇതിൻ്റെ 23-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ ദേശത്തോടുള്ള ദൈവിക സന്ദേശം കൈമാറാം. റോമാലേഖനം 3-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഒരിക്കൽ കൂടി വായിച്ചട്ടെ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. തുടർന്നുള്ള 1 മണിക്കൂർ 9 മണി വരെയുള്ള സമയങ്ങൾ നമ്മൾ ഈ ദേശത്തോട് ദൈവിക സന്ദേശം കൈമാറാൻ പോവുകയാണ്. ചെന്നിത്തലക്കാർക്ക് ഒത്തിരി അഭിമാനിക്കാം. ചെന്നിത്തലയിൽ നിന്നും ഒട്ടനവധി ടീമുകൾ സുവിശേഷീകരണ രംഗത്ത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കടന്നുപോയി സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ നിരവധി ടീമുകൾ. അതിൽ ഏറെ അഭിമാനിക്കാവുന്ന ഒരു ടീമാണ് വി ആർ വൺ ഇൻ ജീസസ് ക്രൈസ്റ്റ്. എല്ലാ സർവ്വസന്നാഹങ്ങളോടും കൂടെ മിക്ക ജില്ലകളിലും കടന്നുപോയി സുവിശേഷീകരണത്തിൽ വ്യാപൃതമാകുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കുന്നല്ലോ. ഇന്ന് വല്ലപ്പോഴെങ്കിലും നമ്മുടെ ദേശത്തെക്കൂടെ സുവിശേഷീകരിക്കേണ്ട സ്വദേശ സുവിശേഷീകരണത്തിൽ നമ്മൾ ഇന്ന് രാത്രിയിൽ വ്യാപൃതരായിരിക്കുകയാണ്. 1 മണിക്കൂർ 9 മണി വരെയുള്ള സമയം നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് ഈ ദേശത്തോടുള്ള സന്ദേശം ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. സ്തോത്രം. എല്ലാ പേരും പ്രാർത്ഥിക്കാൻ കഴിയുമോ? നാം ജനിച്ചു വളർത്തപ്പെട്ട നമ്മുടെ ദേശത്തോട് നമ്മൾ ദൈവിക സന്ദേശം കൈമാറുകയാണ്. സ്തോത്രം. നിങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഈ ദേശത്തോട് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം കൂടെ എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മഭാരത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ. ഉടരമന ഘടക ശംതിരിവിരി ഘടക സന്ധരാജനാര ഘടക ശസി. ഹാലലു. എല്ലാവരും അന്യഭാഷയെ പ്രാർത്ഥിക്കുക. നിയോഗമുള്ളവരെല്ലാം അന്യഭാഷയെ പ്രാർത്ഥിക്കുക, അന്യഭാഷയെ പ്രാർത്ഥിക്കുക. ആരും മൗനമായിരിക്കാതെ തുടർന്നുള്ള വചനം ഈ ദേശത്തോടുള്ള ദൈവിക ദൂതുകൾ പരിശുദ്ധാത്മാവ് യഥോചിതം അരുളി ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അൻപായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ് കർത്താവേ. ഇന്ന് രാത്രി നടത്തപ്പെടുന്ന ഈ സുവിശേഷ സന്ദേശം ഈ ദേശത്തിന് വലിയ വിടുതലിന് കാരണമായി ഭവിക്കപ്പെടുവാൻ സഹായിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി നമ്മുടെ കരമുയർത്തി കർത്താവിന് മഹത്വമർപ്പിക്കാം. റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. റോമാലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപവും പാപ പരിഹാര മാർഗവും വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലഘു സന്ദേശം നമുക്കൊരുമിച്ച് ഈ ദേശത്തോട് കൈമാറാം. എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്താൽ നന്നായിട്ട് സുവിശേഷം പറയാൻ പറ്റുന്ന ഏത് മേഖലകളിലുമുള്ളവരോട് സുവിശേഷം പറയാൻ പര്യാപ്തമായ ഒരു സന്ദേശമാണ് അകത്തുള്ളവരോട് ഞാൻ പറയുകയാണ്. പ്രത്യേകിച്ച് പലരും പുറത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. സ്തോത്രം. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പാപത്തിൻ്റെ കുറ്റബോധമാണ്. എല്ലാ മനുഷ്യരുടെയും ശുദ്ധ മനസാക്ഷി അവർക്ക് കുറ്റബോധം കൊടുക്കുന്നുണ്ട്. സ്തോത്രം. ഓരോ മനുഷ്യനും പാപിയാണെന്നുള്ള ഒരു അവബോധം ഓരോ മനുഷ്യൻ്റെയും മനസാക്ഷിയിലൂടെ മനസാക്ഷി മനുഷ്യന് ബോധവൽക്കരണം ചെയ്യുന്നുണ്ട്. സ്തോത്രം. മനുഷ്യനെ ന്യായം വിധിക്കുമ്പോൾ മനസാക്ഷിയെ അടിസ്ഥാനപ്പെടുത്തി, സുവിശേഷത്തെ അടിസ്ഥാനപ്പെടുത്തി, ന്യായപ്രമാണത്തെ അടിസ്ഥാനപ്പെടുത്തിയൊക്കെയാണ് ദൈവം മനുഷ്യനെ ദൈവകോടതിയുടെ മുൻപാകെ വിചാരണയ്ക്ക് വിധേയപ്പെടുത്തുന്നത്. ഓരോ യുഗങ്ങൾ പോലുമുണ്ട്. സ്തോത്രം. മനസാക്ഷി യുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം. ഇതിൽ എല്ലാ യുഗങ്ങളിലും ഒരുപോലെ ബാധിക്കുന്നൊരു വിഷയമാണ് മനസാക്ഷിയുടെ ആക്ഷേപം. ഏതൊരു മനുഷ്യനും അവൻ്റെ ശുദ്ധ മനസാക്ഷി അവന് കുറ്റബോധം കൊടുക്കുന്നുണ്ട്. അവൻ പാപിയാണെന്നുള്ള ഒരു ബോധ്യം. അതാണ് ബൈബിൾ പറയുന്നത്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 3:23 അപ്പോസ്തലനായ പൗലോസ് ഇത് പറയുമ്പോൾ മനുഷ്യൻ പാപിയാണ് എന്നുള്ളതിന് ഏറ്റവും പ്രത്യക്ഷമായ തെളിവ്
ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, സൃഷ്ടിയുടെ മണിമുകുടമായ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച അനന്തരം മനുഷ്യൻ്റെ ശരീരത്തിൽ തേജസ്സിനാൽ ആവരണം ചെയ്യപ്പെട്ട സംവിധാനമായിരുന്നു. സ്തോത്രം. ദൈവ തേജസ്സിനാൽ ആവരണം ചെയ്യപ്പെട്ട സംവിധാനമായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്. ഇവിടെയുള്ള LED ബൾബ് നമ്മൾ നോക്കിയാൽ ഒരിക്കലും അതിൻ്റെ ഫിലമെൻ്റ് നമുക്ക് കാണാൻ കഴിയത്തില്ല. കാരണം പ്രകാശപൂരിതമായിരിക്കുന്നത് കൊണ്ട് അത് കാണാൻ കഴിയത്തില്ല. സമാനമായിട്ടായിരുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് വസ്ത്രം ആവശ്യമില്ലാത്ത സംവിധാനമായിരുന്നു മനുഷ്യനുണ്ടായിരുന്നത്. വിവസ്ത്ര സംവിധാനം, അർത്ഥാൽ മനുഷ്യൻ്റെ നഗ്നത മറയ്ക്കുവാൻ തേജസ്സിനാൽ ചുറ്റപ്പെട്ട സംവിധാനമായിരുന്നു. സ്തോത്രം. പക്ഷേ ഇവിടെ പൗലോസ് റോമാലേഖനം 3:23 മനുഷ്യൻ പാപിയാണെന്നുള്ളതിൻ്റെ തെളിവ് ബോധ്യപ്പെടുത്തുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. വസ്ത്രം ആവശ്യമുണ്ടോ? പാപിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. സ്തോത്രം. മനുഷ്യൻ എങ്ങനെയാണ് പാപിയായിത്തീർന്നത്? മനുഷ്യൻ പാപം ചെയ്ത് പാപിയായതാണോ? മനുഷ്യൻ അനിയന്ത്രിതമായി മദ്യപാന ആസക്തിയിലൂടെ അങ്ങനെ പോയി മനുഷ്യൻ പാപിയായതാണോ? അല്ല. മറിച്ച് മനുഷ്യൻ പാപം ചെയ്ത് പാപിയായതല്ല, മറിച്ച് മനുഷ്യൻ പാപിയായതുകൊണ്ട് പാപം ചെയ്യുക. മനസ്സിലായില്ല? മാവിൽ മാങ്ങ ഉണ്ടായിട്ടാണോ അത് മാവായത്? ആണോ? അല്ല. തെങ്ങിൽ തേങ്ങ ഉണ്ടായിക്കഴിഞ്ഞാണോ തെങ്ങായത്? അല്ല. തെങ്ങായതുകൊണ്ട് തേങ്ങയുണ്ടായി, മാവായതുകൊണ്ട് മാങ്ങയുണ്ടായി എന്നതുപോലെയാണ് മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. സ്തോത്രം. മനുഷ്യൻ ഓരോ തിന്മകൾ ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം, അനിയന്ത്രിതമായ മദ്യപാന ആസക്തിയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം, വെറും ലൈംഗിക ആസക്തിക്കും അധമവികാരങ്ങൾക്കും പ്രാധാന്യത കൊടുത്തുകൊണ്ട് സദാചാര ശൂന്യതയിലേക്ക് നീക്കപ്പെടുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം മനുഷ്യനിൽ അങ്കുരിക്കപ്പെടുന്ന പാപപ്രകൃതമാണ്, പാപാധിപത്യമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഒരു വ്യത്യാസവുമില്ല. നമ്മുടെ ഇടയിലൊക്കെ ജാതിയുടെ പേരിൽ വ്യത്യാസമുണ്ട്, മതങ്ങളുടെ പേരിൽ വ്യത്യാസമുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ വ്യത്യസ്തമായ ചിന്താഗതിക്കാരുണ്ട്, ഉയർന്നവരെന്നും താഴ്ന്നവരെന്നും വ്യത്യാസമുണ്ട്, മുതലാളിയെന്നും തൊഴിലാളിയെന്നും വ്യത്യാസമുണ്ട്. ഇപ്പോൾ സൈമൺ ചാൻ ഒരു കുടുംബയോഗം വിളിച്ചു വരുത്തിയാൽ നമ്മളിൽ പലരും ഇവിടെ കാണത്തില്ല. കാണുമോ? ആര്യനാട്ടല്ലേ? ആ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരെ മാത്രമേ കാണത്തുള്ളൂ. എൻ്റെ വീട്ടുപേര് തെങ്ങുംതോപ്പിൽ എന്നാണ്. തെങ്ങുംതോപ്പിൽ ഒരു തെങ്ങ് പോലും ഇല്ല, തെങ്ങുംതോപ്പിൽ എന്നാണ് പേര്. ഞങ്ങളുടെ തെങ്ങുംതോപ്പിൽ ഒരു കുടുംബയോഗം വിളിച്ചു കൂട്ടിയാൽ നിങ്ങളിൽ പലരും അവിടെ കാണത്തില്ല. മുമ്പ് സാക്ഷ്യം പറഞ്ഞ കർത്തൂറാസിയുടെ പാലുവിളയിലെ ബാവുച്ചാൻ ഒരു കുടുംബയോഗം വിളിച്ചു കൂട്ടിയാൽ നമ്മളിൽ പലരും അവരെ കാണത്തില്ല. കാരണം കുടുംബങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ചോദിക്കുന്നു, ആദം ഹവ്വ ദമ്പതിമാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവരൊരു കുടുംബയോഗം വിളിച്ചു കൂട്ടിയാൽ ഈ പറയുന്ന പല പുള്ളികളും ആ കുടുംബയോഗത്തിൽ കാണും. കാരണം എല്ലാ മനുഷ്യരും ഒരുവനിൽ നിന്നുമാണ് ഈ ലോകത്തിലേക്ക് ജനിച്ച് ജീവിച്ചത്. സ്തോത്രം. റോമാലേഖനം 5:12 അത് വളരെ ആധികാരികതയോടെ ബൈബിൾ പഠിപ്പിക്കുകയാണ്. മനുഷ്യനിലേക്ക് പാപം എങ്ങനെയാണ് പ്രവേശിച്ചത്? റോമാലേഖനം 5:12 ഒന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും അടുത്തത് ബൈബിൾ ബോധ്യപ്പെടുത്തുകയാണ് സകലരും പാപികളാണെന്ന്. വളരെ അസന്നിഗ്ധമായി ബൈബിൾ ബോധ്യപ്പെടുത്തുന്നത് മരണമെന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ്. കാരണം അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. അർത്ഥാൽ മരണത്തിന്റെ സാർവത്രികത ലോകത്തോട് വിളിച്ചു പറയുന്നു. ഒരു വ്യത്യാസവുമില്ല. എല്ലാ മനുഷ്യരും എല്ലാ ജാതിയിലും പെട്ട, എല്ലാ മതത്തിലും പെട്ട, എല്ലാ വിഭാഗത്തിലും പെട്ടവർ പാപികളാണ്. പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പാപത്തിൽ മരണപ്പെട്ടാൽ പാപത്തിന്റെ ശമ്പളം എന്ന നിലയിൽ നിത്യ നരകത്തിലേക്ക് നിവേദിക്കപ്പെടേണ്ടി വരും. ഇതുപോലെ ഓരോരോ മുറ്റത്ത് കൺവെൻഷനുകൾ ക്രമീകരിക്കുന്നത് ദേശാന്തരം ഗ്രാമാന്തരം സുവിശേഷ സന്ദേശം ക്രമീകരിക്കുവാനുള്ള ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് പാപപരിഹാരത്തിനുള്ള ഏക സാധ്യത, പാപപരിഹാരത്തിനുള്ള ഏക വഴി, പാപപരിഹാരത്തിനുള്ള
വേണ്ടിയുള്ള ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാകയാൽ ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നു, നിത്യ സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള ഏക സാധ്യത യേശു ക്രിസ്തു മാത്രമാകയാൽ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഇന്ന് രാത്രിയിൽ രക്ഷയുടെ അനുഭവം പ്രാപിച്ചവർ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. കാരണം അജ്ഞതയുടെ തട്ടകത്തിൽ നിന്നും ദൈവിക ജ്ഞാനത്തിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരമൊരുക്കി തന്നു. ഹല്ലേലൂയ. ബൈബിൾ പറയുകയാണ്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. മരണത്തിൻ്റെ സാർവത്രികത. കാരണം മരണത്തിന് വ്യത്യാസമില്ല, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല. കാട്ടിലെ കാട്ടാളം മുതൽ പട്ടണത്തിലെ പട്ടണവാസി വരെയും മരണത്തിൻ്റെ തണുത്ത കരങ്ങളാൽ സ്പർശിച്ചപ്പെട്ടേ മതിയാവുകയുള്ളൂ. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ വളർച്ചയോടെ അത്യുച്ച കോടിയിലെത്തപ്പെട്ടിട്ടും മരണത്തെ തടുത്തു നിർത്താൻ കഴിയാത്തത് മരണമെന്നുള്ളത് ദൈവത്തിൻ്റെ നിയമമാണ്. സ്നേഹിത, മരണം താങ്കളുടെ ഒപ്പമുണ്ട്. എന്നാൽ താങ്കളുടെ മരണത്തിന് മുൻപ് ഈ സന്ദേശം താങ്കൾ തിരിച്ചറിയണം. താങ്കൾ ജനിച്ചത് പാപത്തിലാണ്, താങ്കൾ ജീവിക്കുന്നത് പാപത്തിലാണ്. എന്നാൽ പാപത്തിൽ മരണപ്പെടാതിരിക്കേണ്ടതിന് ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് മുഴുവൻ മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി അസന്നിഗ്ധമായി വിളിച്ചു പറയുന്നു, പാപപരിഹാരത്തിനുള്ള ഏക വഴി യേശു ക്രിസ്തു മാത്രമാകയാൽ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ലവേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. പാപവും പാപപരിഹാര മാർഗവും. മനുഷ്യൻ പാപിയായി തീർന്നത് എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു, ശ്രദ്ധിക്കൂ. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഏതൊരു അനുവാചകനും ഗ്രഹിക്കത്തക്ക നിലയിൽ, ഏതൊരു വായനക്കാരനും മനസ്സിലാകത്തക്ക നിലയിൽ ബൈബിൾ അത് ബോധ്യപ്പെടുത്തുകയാണ്. ദൈവസാദൃശ്യത്തിൽ ദൈവസ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യോൽപ്പത്തിയെക്കുറിച്ച് 2 വാദഗതികളാണ് പ്രധാനമായി ഇന്ന് നിലവിലുള്ളത്. 2 വാദഗതികൾ. ഒന്ന് സൃഷ്ടിവാദം, 2 പരിണാമവാദം. നമുക്കറിയാം പരിണാമവാദം. ആംഗലേയ പ്രകൃതിശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം മനുഷ്യൻ്റെ പൂർവികർ കുരങ്ങന്മാരാണെന്നും കുരങ്ങിൽ നിന്നും കാലാന്തരത്തിൽ ക്രമാനുഗതമായി രൂപഭേദം സംഭവിച്ച് ചുരിദാറും നൈറ്റിയും ഷർട്ടും പാൻറ്റുമൊക്കെ ഇട്ട് കസേരയിൽ വന്നിരിക്കുന്നവരാണ് നാം എന്ന്. ആമേൻ. എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും എൻ്റെ വലിയപ്പൻ കുരങ്ങനാണെന്ന്? മാനവികതയുടെ മഹത്വത്തെ തരം താഴ്ത്താൻ നാം അനുവദിച്ചുകൂടാ. മനുഷ്യൻ്റെ പൂർവികർ കുരങ്ങന്മാരല്ല. ആംഗലേയ പ്രകൃതിശാസ്ത്രജ്ഞനായ ചാൾസ് ഡാർവിൻ മനുഷ്യോൽപ്പത്തിയെക്കുറിച്ചൊരു കണ്ടുപിടുത്തം നടത്തി, മറ്റ് പല കണ്ടുപിടുത്തങ്ങൾ നടത്തി ശ്ലാഘിക്കപ്പെട്ട ചാൾസ് ഡാർവിൻ മനുഷ്യോൽപ്പത്തിയെക്കുറിച്ചുള്ള കണ്ടുപിടുത്തം നടത്തി ലോകത്തിന് സംഭാവന ചെയ്ത് ശ്ലാഘിക്കപ്പെടാൻ അശ്രാന്ത പരിശ്രമം നടത്തിയെങ്കിലും ശാസ്ത്രീയമായിട്ട് മനുഷ്യൻ്റെ പൂർവികർ കുരങ്ങന്മാരാണെന്നും കുരങ്ങിൽ നിന്നും കാലാന്തരത്തിൽ രൂപഭേദം സംഭവിച്ചതാണ് ആധുനിക മനുഷ്യനെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും മനുഷ്യോൽപ്പത്തിയോട് ബന്ധപ്പെട്ട് മറ്റൊരു കണ്ടുപിടുത്തം നടത്തുവാൻ ശാസ്ത്രലോകത്തിന് കഴിയാത്തതുകൊണ്ട് മൂക്കില്ല രാജ്യത്തെ മുറുമൂക്കൻ രാജാവായിട്ട് ഇന്നും സ്കൂളുകളിലും കലാലയങ്ങളിലൊക്കെ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പഠിപ്പിച്ചു പോരുകയാണ്. ബൈബിൾ ബോധ്യപ്പെടുത്തുകയാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ്റെ ശരീരം മണ്ണ് കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്. മണ്ണിലുള്ള 16 മൂലധാതുക്കളും ഉപധാതുക്കളും മനുഷ്യ ശരീരത്തിലുണ്ട്. മനുഷ്യ ശരീരം പുഷ്ടി പ്രാപിക്കണമെങ്കിൽ മണ്ണിൽ ഉൽപ്പന്നമാക്കപ്പെട്ട ഉൽപ്പന്നങ്ങൾ ഭക്ഷിച്ചെങ്കിൽ മാത്രമേ മനുഷ്യ ശരീരം പുഷ്ടി പ്രാപിക്കത്തുള്ളൂ. അർത്ഥാൽ മനുഷ്യ ശരീരം എന്നുള്ളത് മണ്ണിൻ്റെ പരിവർത്തനത്തിൻ്റെ പരിണിത ഘടകമാണ്. അതുകൊണ്ട് ഏതൊരു വായനക്കാരനും മനസ്സിലാകത്തക്ക നിലയിൽ ബൈബിൾ പറയുകയാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. ദൈവം മനുഷ്യന് കൽപ്പന കൊടുത്തു. മനുഷ്യൻ കൽപ്പന ലംഘിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് അനുസരണക്കേട് നിമിത്തം സകല മനുഷ്യരും പാപത്തിന് വിധേയപ്പെട്ടു. എല്ലാ മനുഷ്യരും പാപികളാണ്. ജാതി മതവർഗ വർണ്ണ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 51-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം എന്ന് വായിച്ചിട്ട് 51-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ജനിക്കപ്പെടുന്ന ഏതൊരു മനുഷ്യനും പാപിയായിട്ടാണ് ഈ ലോകത്തിലേക്ക് ജനിക്കുന്നത്.
മനുഷ്യൻ തിന്മ ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അനിയന്ത്രിതമായ മദ്യപാന ആസക്തി ഇന്ന് യുവതലമുറകൾ ഏറ്റവും വലിയ ഭീഷണി ഉയർത്തുന്നൊരു കാര്യമാണ് മദ്യപാനം. ബാബുച്ചാൻ്റെ മോള് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ മദ്യപിക്കത്തൊന്നുമില്ല. പലർക്കും ആശ്ചര്യം തോന്നി, സ്ത്രീയാണോ പറയുന്നത്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന രഹസ്യമായിട്ട് സ്കൂളുകളിലൊക്കെ കലാലയങ്ങളിലൊക്കെ പുരുഷന്മാരെക്കാൾ കൂടുതൽ നിങ്ങളാ. സ്തോത്രം. മദ്യപാന ആസക്തിയിലേക്ക് മനുഷ്യൻ, ഒരു തൃഷ്ണ മനുഷ്യനിൽ ഉണ്ടാകുവാൻ കാരണം സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ സകലരും മനുഷ്യൻ്റെ പ്രാകൃതകാലം മുതൽക്ക് തന്നെ മദ്യത്തിൻ്റെ ഉൽപ്പന്നവും വിപണനവും ആരംഭിച്ചു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്രയോ കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുകയാണ് മദ്യപാനം. ഇത് മനസ്സിലാക്കിയ സർക്കാരും സന്നദ്ധ സംഘടനകളും എന്തിനു പറയുന്നത്, നേഴ്സറി മുതൽ വലിയ കോളേജ് തലം വരെ ഒത്തിരി ജാഗ്രതാ സദസ്സുകൾ മദ്യപാനത്തിനെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ ഇപ്പോൾ 1 വർഷമായി നമ്മുടെ സർക്കാർ, LDF സർക്കാർ മദ്യത്തിനെതിരെയുള്ള പ്രത്യേക സംവിധാനങ്ങളും ജാഗ്രതാ സദസ്സുകളൊക്കെ വളരെ മുന്നോട്ട് കൊണ്ടുവന്നെങ്കിലും മദ്യപന്മാരുടെ എണ്ണം വളരെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? സൈമൺ ചായനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പലപ്പോഴും ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചെന്നിത്തലയിലെ പലർക്കും താനൊരു തലവേദനയായിരുന്നു. മദ്യപാനം ഇതുപോലെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു തിന്മ ചെയ്യുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്, ഹല്ലേലൂയ, ഇവിടെ മദ്യത്തിനെതിരെ ബോധവൽക്കരണങ്ങൾ നടത്തിയാലും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി 3-ാം മുറ പ്രയോഗിച്ചാലും മദ്യാസക്തി എന്ന മനോഭാവത്തിന് മാറ്റം വരുത്തില്ല. എന്നാൽ യേശു ഒരുവൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ സുവിശേഷത്തിന് വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. സുവിശേഷത്തിന് വ്യക്തികളെ മാറ്റാൻ കഴിയും. ഇന്ന് എത്ര പേർ ഇന്ന് രാത്രി അത് അനുഭവിച്ചിട്ടുണ്ട്. സുവിശേഷത്തിന് മാറ്റമില്ലെങ്കിലും വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുവാൻ സുവിശേഷത്തിന് കഴിയും. മനുഷ്യനെ നീതി ബോധമുള്ളവനായി, ധാർമ്മിക ബോധമുള്ളവനായി തീർക്കുവാൻ സുവിശേഷത്തിന് കഴിയും. അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്. ഏത് പ്രതിസന്ധികളിലും എത്ര പ്രതികൂലങ്ങൾ പെരുകി പ്രബലപ്പെട്ടാലും സുവിശേഷത്തെ പ്രസംഗിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമേ വ്യക്തികളെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രിയിലും ഈ ദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, നമ്മുടെ സമൂഹത്തിൽ എത്രയോ പേരെ സുവിശേഷം രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. മാറാ രോഗികൾക്ക് സൗഖ്യമായി, തീരാവ്യാധികൾക്ക് സൗഖ്യമായി, ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൊടുക്കാതെ അധാർമികമായി ജീവിച്ച എത്രയോ പേരെ സുവിശേഷം രൂപാന്തരപ്പെടുത്തി. ഇന്ന് രാത്രിയിലും വിളിച്ചു പറയുന്നു, സുവിശേഷം രൂപാന്തരത്തിന്റെ സന്ദേശമാണ്. സുവിശേഷം വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഏതൊരു തിന്മയുടെ പിന്നിലും പ്രവർത്തിക്കുന്ന ചേതോ വികാരം മനുഷ്യന്റെ പാപപ്രകൃതമാണ്. പാപാധിപത്യമുള്ളവനായി പാപരാഗ മോഹങ്ങളോടുകൂടെയാണ് ഒരു മനുഷ്യൻ ജനിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ജനിക്കപ്പെടുന്ന ഏതൊരു മനുഷ്യനും പാപപ്രകൃതമുള്ളവനായിട്ടാണ് ജനിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ പാപിയായി തീർന്നത് ആദമിലൂടെയാണ്. സകല മനുഷ്യരും പാപികളായി തീർന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പൗരാണിക മതമാണ് യഹൂദ മതം. ലോകത്തിൽ ഏറ്റവും പഴക്കമുള്ള മതമാണ് യഹൂദ മതം. അതും ജീവനുള്ള ദൈവത്തിൻ്റെ മൗനാനുവാദത്തോടുകൂടെ സ്ഥാപിക്കപ്പെട്ട മതമാണ് യഹൂദ മതം. ആദം ഹവ്വ ദമ്പതിമാർ നമുക്കറിയാം, ഏദനിൽ പാപം ചെയ്തപ്പോൾ പെട്ടെന്ന് അവർ ചെയ്ത തെറ്റുകൾ അവരുടെ പ്രയത്നങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നൊരു മിഥ്യാധാരണയുണ്ടായപ്പോൾ അത്തിയിൽ കൂട്ടിത്തുന്നി അരയാടയുണ്ടാക്കി ഉടുത്തു. അന്ന് മുതലുള്ള മനുഷ്യൻ്റെ ടെൻഡൻസിയാണ്, പ്രേരണയാണ്, താൻ ചെയ്ത തെറ്റുകൾ തൻ്റെ പ്രയത്നങ്ങൾ കൊണ്ട് പരിഹാരം വരുത്തുവാൻ കഴിയും. അങ്ങനെ ദൈവത്തിൻ്റെ മൗനാനുവാദത്തോടുകൂടെ മതം സ്ഥാപിക്കപ്പെടുകയായിരുന്നു. ആ യഹൂദ മതത്തിൽ ഒരു വ്യക്താവായ ദാവീദ് 32-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പാപത്തെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് അറിയാമോ? 32-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒന്ന് വായിക്കാം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹൂദ മതമണ്ഡലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട, യഹൂദ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന പുരാതന ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദ് പറയുകയാണ്, പാപം മറയ്ക്കുന്നൊരു പാപപരിഹാര സംവിധാനം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ചെയ്തൊരു പാപമാണെന്ന് വിചാരിക്കുക, ഇത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്, എല്ലാവർക്കും കാണാവുന്ന നിലയിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഞാനൊരു ആട്ടുകൊറ്റനെയോ കുറുമ്പ്രാവിനെയോ കാളക്കിടാവിനെയോ യാഗമർപ്പിക്കുമ്പോൾ കൃപാസനം കൊണ്ട് ആ പാപം പരിഹരിക്കപ്പെടുന്നു.
തിരുവട്ടാർ കൃഷ്ണൻകുട്ടി എഴുതിയ എബ്രായ ലേഖന ഭാഷ്യത്തിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ആശയം ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു യഹൂദൻ ചെന്ന് യാഗമർപ്പിക്കുമ്പോൾ ദൈവകൃപാസനം കൊണ്ട് ആ പാപം മറയപ്പെടുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, പാപം മറച്ചു കെട്ടിയ മനുഷ്യൻ തൽക്കാലം ഭാഗ്യവാനാണ്. പക്ഷെ വീണ്ടും അവൻ പാപം ചെയ്യുമ്പോൾ കൃപാസനം പിൻവലിക്കപ്പെടുന്നു, പാപം തെളിയിക്കപ്പെടുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിലൂടെയുള്ള പാപപരിഹാരം പ്രാപിച്ച യോഹന്നാൻ പറയുകയാണ്, 1 യോഹന്നാൻ 1:7 ഇങ്ങനെ പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കാരണം ഇനിയും ഈ പാപം ഇവിടെ കാണത്തില്ല, അതിനെ കഴുകി ശുദ്ധീകരിച്ചു. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു? മതങ്ങൾ പാപത്തെ മറച്ചു വെക്കുമ്പോൾ ബൈബിൾ പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രിയിൽ പാപപരിഹാരം അനുഭവിച്ചവർ, പാപം ക്ഷമിക്കപ്പെട്ടവർ, പാപം ശുദ്ധീകരിക്കപ്പെട്ടവർ കരമടിച്ച് ദൈവത്തിന് അല്പസമയം മഹത്വം അർപ്പിക്കണം. കാരണം ആട്ടുകൊറ്റന്മാർക്ക് കഴിയാത്തത്, പശുക്കിടാക്കൾക്ക് കഴിയാത്തത് യേശുവിന് കഴിഞ്ഞു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും സകല ജാതിയിലും പെട്ട മനുഷ്യരുടെ പാപം ശുദ്ധീകരിക്കുവാൻ പര്യാപ്തമാണ്. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തൻ പറയുകയാണ്, പാപം മറച്ചു വെച്ചിരിക്കുക, പക്ഷേ ഇനിയും തെറ്റ് ചെയ്താൽ അത് പിൻവലിക്കപ്പെടും. പക്ഷേ പുതിയ നിയമത്തിൽ പറയുന്നു, ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും? ലോകത്തിൽ കുടുംബത്തിനും ആർക്കും തലവേദന സൃഷ്ടിച്ച് ജീവിച്ച ഒരു വ്യക്തിയുമായിക്കൊള്ളട്ടെ, അവൻ ക്രിസ്തുവിലേക്ക് വന്നാൽ അവനെ ദൈവം ശുദ്ധീകരിക്കും. ഇനിയും ആരും അവരുടെ പൂർവ്വകാല കഥകളെ ചിതഞ്ഞെടുത്താലും വചനം പറയുന്നു, ഞാൻ നീതീകരിച്ചാൽ ആർ കുറ്റം വിധിക്കും? അവന്റെ പാപം മറയപ്പെടുകയല്ല, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കുകയാണ്. പ്രാഗൽഭ്യമുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ആദമിലൂടെ സകല മനുഷ്യരും പാപികളായി തീർന്നു. ഗൗരവമേറിയ കുറേ ചിന്തകൾ വേഗേന പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആദമിലൂടെ സകല മനുഷ്യരും പാപികളായി തീർന്നു. ആ പാപപരിഹാരം മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുമെന്നൊരു മിഥ്യാധാരണയുണ്ടായപ്പോൾ ദൈവം ഇവിടെ മതസംവിധാനം സ്ഥാപിക്കുകയാണ്, യഹൂദ മതത്തിലൂടെ അനേക പുരോഹിതന്മാരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. സ്തോത്രം. എന്നിട്ട് കാളകളെയും ആട്ടുകൊറ്റന്മാരെയൊക്കെ നിർത്തി മൃഗങ്ങളെ യാഗപീഠത്തിൻ്റെ അരികിൽ കൊണ്ടുവന്ന് യാഗപീഠത്തിൻ്റെ കൊമ്പിനോട് ചേർത്ത് വെച്ച് കെട്ടി പുരോഹിതൻ മൃഗത്തിൻ്റെ ശിരസിൽ കരം വെച്ച് ജനത്തിൻ്റെ, വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ പാപമെല്ലാം മൃഗത്തെ ചൊല്ലിച്ചുമത്തി യാഗമർപ്പിക്കുമ്പോൾ പാപം പരിഹരിക്കപ്പെടും. ആരുടെ? നമ്മുടെയല്ല, നമ്മളെല്ലാം പിറക്കിക്കളഞ്ഞ കല്ലുകളായിരുന്നു. ഹല്ലേലൂയ. ഫലവത്തായ കുന്നിന്മേൽ ഒരു നല്ലൊരു തോട്ടമുണ്ടാക്കി അതിൻ്റെ നടുവിലൊരു ചക്കും സ്ഥാപിച്ച് വേലി കെട്ടിയിട്ട് കല്ലുകളെയെല്ലാം പിറക്കിക്കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണമെന്ന വേലി കെട്ടിക്കൊണ്ട് സമാഗമന കൂടാരമെന്ന ചക്കും സംവിധാനമൊക്കെ ക്രമപ്പെടുത്തി കല്ലുകളെ പെറുക്കിക്കളഞ്ഞു. യേശു ആദ്യം സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായൊരു കൈക്കൊള്ളാതിരുന്നപ്പോൾ ദൈവം തീരുമാനമെടുത്ത് യേശുവിനെ കൈക്കൊള്ളുന്ന ഏവരും ദൈവമക്കളായി തീരാം. പറക്കിക്കറഞ്ഞ കല്ലുകളാണ് ആർക്കുന്നത്. യേശു കഴുതപ്പുറത്ത് പോയപ്പോൾ നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ലേ, പരീശന്മാർ പറഞ്ഞു, ഇവരോട് മിണ്ടാതിരിക്കാൻ പറ, എന്തൊരു ബഹളമാണ് ചെയ്യുന്നത്, ഇത്ര കൺവെൻഷൻ നടത്തുന്നു, പരസ്യങ്ങൾ നടത്തുന്നു, വെറുതെ ഇരുന്നു കൂടെ. യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, അവർ മിണ്ടാതിരുന്നാൽ, നിങ്ങൾ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. ഇന്ന് രാത്രിയിൽ നമ്മൾ കല്ലുകളായിരുന്നു, നമ്മളെ പിറക്കി കളഞ്ഞതായിരുന്നു. എന്നാൽ കൃപയാൽ തള്ളപ്പെട്ടതിനെ യേശു ഉദ്ധരിച്ചുകൊണ്ട് ഏറ്റവും മാന്യമായ ജീവനുള്ള കല്ലാക്കി തീർത്തു. ജീവനില്ലാത്ത പഴയ നിയമ പ്രമാണങ്ങളെയും എടുത്തു മാറ്റിയിട്ട് ജീവനുള്ള കല്ലുകളാക്കി നമ്മെ രൂപാന്തരപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമ മത സംവിധാനത്തിലൂടെ പാപം പരിഹരിക്കപ്പെടുമെന്നൊരു ധാരണയുണ്ടായപ്പോൾ ദൈവം അതിന് അനുമതി കൊടുത്തു. സ്തോത്രം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ മുഴുവൻ മനുഷ്യനെയും നോക്കിക്കൊണ്ട് ബൈബിൾ എന്താ പറയുന്നത് അറിയാമോ? എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യമെന്ന് വായിക്കാം. വളരെ ഗൗരവമേറിയൊരു വാക്യമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. വചനം പറയുകയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിനർത്ഥം? ബൈബിൾ പഠിപ്പിക്കുകയാണ്, എല്ലാ മനുഷ്യരും പാപികളാണ്. ആദമിലൂടെ സകല മനുഷ്യരും പാപികളാണ്. സ്തോത്രം. മനുഷ്യൻ പാപികളാണ്. ജന്മന, ക്രമണ, വാഗ്മന മനുഷ്യൻ പാപികളാണ്. സ്തോത്രം.
പാപികളാണെന്ന് പരിചയപ്പെടുത്തുന്ന അതേ ബൈബിൾ തന്നെ പറയുകയാണ്, പാപപരിഹാരം പര്യാപ്തമല്ലാത്ത കാര്യം എന്താണ്? കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു കാലഘട്ടത്തിൽ നാമും പാരമ്പര്യമായ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഹല്ലേലൂയ വിധേയപ്പെട്ട് ജീവിച്ചൊരു കാലഘട്ടമുണ്ടായിരുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ യഹൂദ മതത്തിൻ്റെ അവാന്തര വിഭാഗമായിട്ട് പേഗൺ മതം ഉടലെടുക്കുകയാണ്. ഓരോ രാജ്യത്തും ഈ മതം പടർന്ന് പന്തലിച്ചപ്പോൾ നമ്മുടെ ഭാരതത്തിലും കടന്നു വന്നു. എന്നാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രമാണപ്രകാരമുള്ള പാപപരിഹാര സംവിധാനമൊന്നും ഇവിടെ നിർവഹിക്കപ്പെട്ടിരുന്നില്ലായിരുന്നു. ഞാനിങ്ങനെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. മഹാപിള്ളമാർ മാപ്പിള്ളമാരായി തീർന്നു, പൂണൂലുട്ട പൂജാരി പുരോഹിതനായി തീർന്നു, ശ്രീകോവിലെ മദ്ബഹയായി തീർന്നു, ക്ഷേത്രത്തിലെ ചെണ്ടമേളം പള്ളിയിൽ വന്ന് ബാൻഡ് മേളമായി തീർന്നു. അങ്ങനെ ഹല്ലേലൂയ മതപരിവർത്തനം ചെയ്ത് മനപരിവർത്തനം ചെയ്യാതെ ഒരു അവാന്തര വിഭാഗം ഇവിടെ ഉടലെടുക്കുകയായിരുന്നു. ആ സർവ്വ ആചാര അനുഷ്ഠാനങ്ങളെ നോക്കിക്കൊണ്ട് ബൈബിൾ പറയുകയാണ്, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ പരിഹരിക്കാൻ കഴിയത്തില്ല. പാരമ്പര്യമായി അനുഷ്ഠിച്ചു വരുന്ന ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ കർമ്മകാണ്ഡങ്ങൾ കൊണ്ടോ പാപം പരിഹരിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നമ്മൾ പ്രത്യാശയോടെ വിളിച്ചു പറയാം, കാളകൾക്ക് കഴിയാത്തത് ആട്ടുകൊറ്റന് കഴിയാത്തത് ഒരുവന് കഴിയും. ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയാത്തതിനെ സാധിപ്പാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരുവന് ലോകത്തിലേക്ക് അവതരിച്ചു. അവനാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ലെങ്കിൽ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയും? ഒരു കാലഘട്ടത്തിൽ അജ്ഞതയുടെ പാരമ്പര്യം പിൻപറ്റിയ അധമമായ ഒരു തട്ടകം നമുക്കുണ്ടായിരുന്നു. എന്നാൽ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടെങ്കിൽ ആ ദൈവകൃപ ഇന്ന് രാത്രിയിലും ഈ ദേശത്ത് വ്യാപരിക്കട്ടെ. ഈ ദേശത്ത് ഓരോ കുടുംബങ്ങളിലും ദൈവകൃപ വ്യാപരിക്കട്ടെ. മനുഷ്യൻ പാപിയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ബൈബിൾ പറയുകയാണ്, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെ രക്തത്തിന് പാപങ്ങളെ പരിഹരിക്കാൻ കഴിയത്തില്ല. ശരിയാ, നമ്മൾ അംഗീകരിക്കുന്നു, മൃഗബലികളല്ലേ നമ്മുടെ ഇവിടെയും നടക്കുന്നില്ല. പക്ഷേ അടുത്തൊരു വചനം ശ്രദ്ധിച്ചോണം. എബ്രായ ലേഖനം 10-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ച് പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നോക്കൂ, ബൈബിൾ മനുഷ്യൻ പാപിയാണെന്നും പാപത്തിന് പരിഹാരം സംഭവിച്ചില്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക് നിബന്ധിക്കപ്പെടുമെന്ന് ബോധ്യപ്പെടുത്തുന്ന ബൈബിൾ പറയുകയാണ്. ഒന്നാമത് പറഞ്ഞു, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെ രക്തത്തിന് പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. അടുത്തതായി പറയുകയാണ്, ഏത് പുരോഹിതനും അതേത് സഭയിലുമായിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. വളരെ ഗൗരവമേറിയൊരു സന്ദേശമാണിത്, ഗൗരവമേറിയൊരു വചനമാണിത്. പലരും അസഹിഷ്ണുത കാണിക്കരുത്. കാരണം ഇത് ബൈബിൾ പറയുകയാണ്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിക്കുന്നുണ്ട്. പക്ഷേ പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും ആ ശുശ്രൂഷകൾക്ക് കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് ചെയ്യുവാൻ കഴിയത്തില്ല. അർത്ഥാൽ ജഡത്താലുള്ള ബലഹീനതകളാൽ ബന്ധിതരാക്കപ്പെട്ട അപൂർണരായ മാനുഷിക പുരോഹിതന്മാരുടെ മധ്യസ്ഥതകൾ കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ പാപം പരിഹരിക്കാൻ കഴിയത്തില്ല. എന്നാൽ പാപപരിഹാരത്തിനുള്ള ഏക സാധ്യത യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രി നമുക്ക് വിളിച്ചു പറയാം, ആ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. അപൂർണരായ മാനുഷിക പുരോഹിതന്മാരുടെ മധ്യസ്ഥതകൾ കൊണ്ടോ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ തർപ്പണ അർപ്പണാദികൾ കൊണ്ടോ പാപം പരിഹരിക്കാൻ കഴിയത്തില്ല. ബൈബിൾ വിളിച്ചു പറയുന്നു, ഏത് പുരോഹിതനും. രാത്രി നമ്മൾ സന്തോഷിക്കണം. ഒരു കാലഘട്ടത്തിൽ പ്രത്യേക സ്ഥാനപത്രധാരികളായ പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്ക് വിധേയപ്പെട്ട ഒരു അജ്ഞതയുടെ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്നാൽ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കണം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. പുരോഹിതന്മാർക്ക് പാപപരിഹാരം കഴിയത്തില്ലെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. എന്നാൽ കൃപയാൽ നാം അത് ഗ്രഹിച്ചു. ആ മാനുഷിക പുരോഹിതന്മാർക്ക് കഴിയത്തില്ല പാപം പരിഹരിക്കുവാൻ. ഹല്ലേലൂയ.
കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപപരിഹാരം നടത്തുവാൻ കഴിയത്തില്ല. പുരോഹിത വൃന്ദങ്ങൾ അണിനിരന്ന് ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ വചനം അവരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഏത് പുരോഹിതനുമായിക്കൊള്ളട്ടെ, പാപങ്ങളെ ഒരു നാളും പരിഹരിക്കാൻ കഴിയാത്ത യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മൾ വ്യത്യസ്ത ജാതിയിലും മതത്തിലുമൊക്കെ ജനിച്ചു വളർത്തപ്പെട്ടവരാകാം. നാം ഹല്ലേലൂയ പിതാക്കന്മാർ പരിചയപ്പെടുത്തി തന്ന ആരാധന സംവിധാനമൊക്കെയുണ്ട് നമുക്ക്. എന്നാൽ സ്തോത്രം, വചനമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. വചനമാണ് സത്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷം എത്തപ്പെട്ടിട്ടും ബൈബിൾ മലയാള ഭാഷയിൽ പൂർണ്ണമായും അച്ചടിച്ചിട്ട് ഏതാണ്ട് 120 വർഷമേ ആയിട്ടുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിൽ സുവിശേഷം ഭാരതത്തിലെത്തിയെങ്കിലും ബൈബിൾ പൂർണ്ണമായി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ ഭാഷാന്തരം ചെയ്തിട്ട് 100-120 വർഷമേ ആയിട്ടുള്ളൂ. അതിനു മുൻപ് സങ്കീർത്തനങ്ങളുണ്ടായിരുന്നു, പ്രവചനങ്ങൾ പുസ്തകങ്ങൾ ഭാഷാന്തരം ചെയ്തിരുന്നു. പക്ഷേ CMS മിഷണറിയായ ബെഞ്ചമിൻ ബെയ്ലിയാണ് ഇംഗ്ലണ്ടിൽ നിന്നും തന്നെ സ്ഥാപിക്കപ്പെട്ട കോട്ടയത്ത് സ്ഥാപിച്ച ആ പ്രസ്സിലൂടെയാണ് ബൈബിൾ പൂർണ്ണമായിട്ടും അച്ചടിക്കേണ്ടതിന് അച്ചടി അക്ഷരങ്ങൾ നിരത്തിയത്. ഒരു ചരിത്രത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. ഓർത്തഡോക്സ് സമുദായത്തിന് എബ്രഹാം മൽപ്പാൻ ബൈബിൾ വായിച്ചപ്പോൾ വിഗ്രഹാരാധന തെറ്റ് എന്ന് മനസ്സിലാക്കിയാണ്. ചരിത്രമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അദ്ദേഹം വലിയ നവോത്ഥാനം ഇവിടെ ഉണ്ടാക്കിയാണ്. സ്തോത്രം. കുരിശിൻ തുട്ടികളൊക്കെ ഇടിച്ച് തകർത്തുകൊണ്ട് വലിയ നവോത്ഥാനം ഉണ്ടാക്കിയാണ്. പിന്നീട് കടന്നു വന്നതാണ് സാധു കൊച്ചിനുപദേശി. അദ്ദേഹത്തിന് ശേഷം വിഗ്രഹാരാധന വിട്ട സഭ മാനസാന്തരപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഗ്രഹിച്ചു സഞ്ചാര സുവിശേഷകനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷം പറഞ്ഞ വ്യക്തിയാണ് സാധു കൊച്ചിനുപദേശി. പിന്നീട് കടന്നു വന്നതാണ് KV സൈമൺ. ബ്രദറൻ സമൂഹത്തിൽ നിന്നും മർത്തോമ സമൂഹത്തിൽ നിന്നും ബ്രദർ സമൂഹത്തിലേക്ക് വേർപാടിലേക്ക് വരികയാണ്. വിഗ്രഹാരാധന വിട്ട സഭ, മാനസാന്തരപ്പെട്ട സഭ വേർപെട്ട് ആരാധിക്കണമെന്നുള്ള വചന വെളിപ്പാട് ബൈബിൾ വായനയിലൂടെ തിരിച്ചറിയുകയാണ്. സ്തോത്രം. പിന്നീടാണ് ബ്രദർ സമൂഹത്തിൽ നിന്നും IPCയുടെ സ്ഥാപകൻ ഉണ്ണുണ്ണി സാറ് K. എബ്രഹാം വചന വായനയിലൂടെ തിരിച്ചറിഞ്ഞ സത്യം, വിഗ്രഹാരാധന വിട്ട സഭ, മാനസാന്തരപ്പെട്ട സഭ, വേർപെട്ട സഭ ഒരു പൂർവികതയിലേക്ക് വരണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരാമർശിക്കപ്പെടുന്നത് പോലെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആരാധനയിലേക്ക് സഭ മടങ്ങി വരണം. ഞാൻ പറഞ്ഞു വരുന്നത്, വചനമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. ഒരു സഭ, ഞാൻ പറയുന്നില്ല ജോൺ ഹസ്സിനെ പോലെയുള്ള, ജോൺ വിക്ലിഫിനെ പോലെയുള്ളവരെല്ലാം മൂലഭാഷയിൽ നിന്നും ബൈബിൾ ഭാഷാന്തരം ചെയ്തു എന്ന ഏക കാരണത്താലാണ് അവർ ജീവനോടെ ചുട്ടുകൊല്ലുകയായിരുന്നു. കാരണം ബൈബിൾ ദൈവത്തിൻ്റെ ഹൃദയമാണ്. ബൈബിൾ ദൈവത്തിൻ്റെ ഹൃദയമാണ്. ബൈബിൾ ദൈവത്തിൻ്റെ ഹൃദയമെന്ന് പറയുവാൻ കാരണം പാപപരിഹാരത്തെക്കുറിച്ച്, സ്വർഗരാജ്യത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച് സകലതും ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വചനമാണ്. അതുകൊണ്ടാണ് നെപ്പോളിയൻ ഒരിക്കൽ പറഞ്ഞു, ബൈബിളിനോട് ആരെതിർത്താലും ആ ബൈബിൾ അതിനെ കീഴ്പ്പെടുത്തും. ഞാൻ പറഞ്ഞത് ഹല്ലേലൂയ, എബ്രഹാം മൽപ്പാൻ, ആ സാധു കൊച്ചിനുപദേശി, അതുപോലെ KV സൈമൺ സാർ, ഉണ്ണുണ്ണി സാർ, ഒരു നവോത്ഥാനം ക്രമാനുഗതമായി വരുവാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം ബൈബിൾ വായനയിലൂടെ അവർ തിരിച്ചറിഞ്ഞു. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെ രക്തം ഒരിക്കലും പാപം പരിഹരിക്കപ്പെടത്തില്ല. ഏത് പുരോഹിതന്മാരും പാപം പരിഹരിക്കാൻ കഴിയാത്ത യാഗങ്ങളെയാണ് കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നാൽ അവർ തിരിച്ചറിഞ്ഞ സത്യം, പാപങ്ങളുടെ പരിഹാരത്തിനുള്ള ഏക സാധ്യത യേശു ക്രിസ്തു മാത്രമാണെന്നുള്ള യാഥാർത്ഥ്യ സത്യം തിരിച്ചറിഞ്ഞു. വലിയ നവോത്ഥാനങ്ങൾ നമ്മുടെ ഇടയിൽ ഉടലെടുക്കുകയായിരുന്നു. ഞാൻ ഇവിടെ ഭാരതത്തിൻ്റെ, കേരളത്തിൻ്റെ ഒരു ക്രൈസ്തവ ചരിത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഞാൻ അടർത്തിയെടുത്ത് പറയുവാൻ കാരണം, ബൈബിളിനെ ആർക്കും തടുത്തു വെക്കാൻ കഴിയത്തില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇത് ദൈവത്തിൻ്റെ ശക്തിയാണ്. സുവിശേഷത്തെക്കുറിച്ച് പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവർക്കും, യഹൂദനും യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി എന്ന് പറഞ്ഞാൽ ഒരുവൻ രക്ഷിക്കപ്പെടുവാനുള്ള ദൈവശക്തി ചലിക്കുന്ന ചാലകമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെ രക്തത്തിന് ഒരിക്കലും മാനവരാശിയുടെ പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ ഒരു നാളും പരിഹരിക്കാൻ കഴിയാത്ത യാഗങ്ങളെയാണ് കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇതുവരെ നാം ചിന്തിച്ചത് മനുഷ്യൻ പാപിയാണെന്നും മനുഷ്യൻ്റെ പാപം പരിഹരിക്കുവാൻ പര്യാപ്തമല്ലാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യമെന്ന് വായിക്കാം. അപ്പോസ്തലനായ പത്രോസിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 10:43. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം നോക്കണം. ബൈബിൾ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന്, പശുക്കിടാക്കളുടെ രക്തത്തിന്,
പ്രത്യേക സ്ഥാന വസ്ത്രധാരികളായ പുരോഹിതന്മാരുടെ ശുശ്രൂഷയ്ക്ക് പാപത്തെ പരിഹരിക്കാൻ കഴിയത്തില്ലെന്ന് ബോധ്യപ്പെടുത്തുന്ന ബൈബിൾ തന്നെ പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. മനുഷ്യൻ പാപിയായതുകൊണ്ട് പഴയ നിയമാചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടോ കർമ്മകാണ്ഡങ്ങൾ കൊണ്ടോ പാപം പരിഹരിക്കാൻ കഴിയത്തില്ലെങ്കിലും ദൈവം എന്താ ചെയ്തെന്നറിയാമോ? ഓരോരോ കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചക വര്യന്മാരിലൂടെ ദൈവം ചെയ്ത കാര്യം, ദൈവം ഒരുവനെ ലോകത്തിന് ഇങ്ങനെ അംശമായി വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അംശമായും ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി. അതാ ഇവിടെ പത്രോസ് പറയുകയാണ്, സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുകയാണ്, അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. യെശയ്യാ പ്രവചനം 53:11 വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 53:11. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ നീതീകരിക്കും, അകൃത്യങ്ങളെ വഹിക്കും. ലോകൈക രക്ഷിതാവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിക്കുന്ന 750 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ യെശയ്യാവ് പ്രവചിക്കുകയാണ്, ലോകത്തിലെ പാപത്തിൽ നിന്നും നീതീകരണം ലഭ്യമാകേണ്ടതിന് മൃഗങ്ങൾ വഹിക്കുന്ന പാപങ്ങൾ കൊണ്ട്, രക്തങ്ങൾ കൊണ്ടൊരിക്കലും പാപം പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ മാനവരാശിയുടെ പാപത്തെ വഹിക്കുവാൻ ഒരുവൻ ഈ ലോകത്തിലേക്ക് അവതരിക്കും. പ്രവാചകൻ യെശയ്യാവ് പ്രവചിച്ചപ്പോൾ ആ കാലത്തിലെ സമകാലികന്മാർ അത് അംഗീകരിച്ചില്ല. വേദനയോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ പ്രസംഗിച്ചതാർ കേൾക്കും, ഞങ്ങൾ പറഞ്ഞതാർ വിശ്വസിക്കും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമല്ല, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസന എന്ന് പറഞ്ഞാൽ യേശുവിനെക്കുറിച്ച് പ്രവചിച്ചതൊന്നും ആ സമൂഹം അവർ അംഗീകരിച്ചില്ല. വേദനയോട് പറഞ്ഞു, ഞങ്ങൾ പ്രസംഗിച്ചത് ആർ കേൾക്കും, ഞങ്ങൾ പ്രസംഗിച്ചത് ആർ വിശ്വസിക്കും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് സമകാലികരോട് പ്രസംഗിച്ചപ്പോൾ അവരത് അംഗീകരിച്ചില്ല. യിരെമ്യാ പ്രവചനം 31:34 വായിച്ചാട്ടെ. ദൈവം ചെയ്തത് എന്താണെന്നറിയാമോ? ലോകത്തിനൊരു പാപപരിഹാരനെ പരിചയപ്പെടുത്തുകയാണ്. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. യിരെമ്യാവിലൂടെ പറയുകയാണ്, ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, പാപമിനി അവരുടെ പാപം ഓർക്കയില്ല. പുരോഹിത വൃന്ദങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ പാപം മറഞ്ഞിരിക്കുവില്ലേ? യേശുവിനെ അതിദൂരെ നിന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാ, നമ്മുടെ പാപത്തെ ഓർക്കാത്തൊരു ദൈവമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവകൃപ അനുഭവിച്ചാലും നമ്മളെ പലരും കാണുമ്പോഴും പഴയ പാപമൊക്കെ ഓർക്കും. ഇന്ന കാര്യമൊക്കെ ചെയ്ത ആളല്ലേ, അവനിപ്പം വലിയ വിശുദ്ധം കളിച്ച് നടക്കുക. കർത്താവ് അത് ഓർക്കത്തില്ല. ദൈവം നീതീകരിച്ചാൽ ആര് കുറ്റം വിധിക്കും? കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ അവൻ അത് ക്ഷമിക്കും. അവൻ ഓർക്കത്തില്ല, അവൻ്റെ ഓർമ്മയിലില്ല. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, വേർപെട്ട ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനത്തോടായി പറയട്ടെ, നമ്മൾക്കെതിരെ ആര് വിമർശിച്ചാലും വചനം നമുക്ക് ഉറപ്പ് തരുന്നു, നമ്മളെ പാപത്തെ ഓർക്കാത്തൊരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം വിധിക്കും? സ്തോത്രം, ഹല്ലേലൂയ. പത്രോസ് യേശുവിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുക, സകല പ്രവാചകന്മാരും യേശു പാപപരിഹാരകനാണെന്നും അവന് വിശ്വസിക്കുന്നവന് പാപമോചനം ലഭിക്കുമെന്നും നിങ്ങളോട് പ്രസംഗിച്ചിട്ട് പ്രവാചകന്മാർ പ്രവചിച്ചിട്ടും നിങ്ങൾ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളാണെന്ന് ബോധ്യപ്പെടുത്തി വരികയാണ്. സ്തോത്രം. ദാനിയേൽ പ്രവചനം 9:24 വായിച്ചാട്ടെ. സകല പ്രവാചകന്മാരും പറയുകയാണ് യേശു പാപപരിഹാരകൻ എന്ന്. ദാനിയേൽ 9:24. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് നോക്കണം. ദാനിയേൽ പ്രവചനം പറയുകയാണ്, പ്രവാചകൻ ദാനിയേൽ പറയുകയാണ്, അതിക്രമങ്ങളെ തടഞ്ഞു നിർത്തുവാൻ ഒരുവൻ അവതരിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയിലും പറയാം, യേശു നമ്മുടെ പാപത്തെ തടുത്തു നിർത്തേണ്ടതിനായിട്ടാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. സ്തോത്രം. ഗദരദേശത്ത് എന്ന ഭൂതഗ്രസ്തനോട്
അവൻ ചെന്നപ്പോൾ തന്നെ അവനിലുള്ള പിശാച് പറയുകയാണ്, സമയത്തിനു മുന്നമേ എന്നെ ദണ്ഡിപ്പിക്കരുത്. ഇവൻ വിചാരിച്ച് ഏത് കാലഘട്ടത്തിലും ഈ യൗവനക്കാരന് മരണം വരെ ഇവനിൽ വസിക്കാമെന്ന് വിചാരിച്ചു. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു സമയം നിശ്ചയിച്ച കർത്താവ് അവൻ്റെ അടുക്കൽ ചെന്നപ്പോൾ പിശാച് പറയുകയാ, സമയത്തിനു മുന്നമേ എന്നെ ദണ്ഡിപ്പിക്കരുത്. ഇവൻ്റെ ശരീരത്തിൽ ഞാനൊന്നിരിക്കട്ടെ, ഇവനെ കടന്തൂക്കോടെ ഇവനെ കൊണ്ട് കടലിൽ തള്ളിയിട്ട് ഇവനെ കൊല്ലാനാണ് എനിക്ക് പദ്ധതി. എന്നാൽ ആ പദ്ധതികളെ തിരുത്തിക്കൊണ്ട് ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ അടുക്കൽ യേശു വന്നതുപോലെ ഇന്ന് രാത്രിയിലും ഈ ദേശത്ത് ചില വ്യക്തികളെ കർത്താവ് കാണുന്നുണ്ട്. നിന്റെ കുടുംബത്തിൽ വസിക്കുന്ന, നിന്നിൽ വസിക്കുന്ന, നിന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന പൈശാചിക സ്വാധീനത്തിൽ നിന്നും വിടുവിക്കേണ്ടതിനായി ഒരുവൻ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ആത്മാവിൽ നിന്ന് പ്രതികരിക്കാൻ കഴിയുമോ? വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷം പറയാതെ, മാതൃക ജീവിതം നോക്കാതെ ഒരുവനെ രൂപാന്തരപ്പെടുത്തുവാൻ യേശുവിന് കഴിയും. അങ്ങനെയൊരു ആത്മമണ്ഡലമുണ്ട്. ഹാലൽ എനിക്ക് മുൻപേ സാക്ഷ്യം പറഞ്ഞ പ്രിയ ബാബുശാൻ്റെ മോള് പറഞ്ഞതുപോലെ ആരുമില്ലാതിരുന്നൊരു സമയം ഒരു വലിയ ഒരു രൂപാന്തരം ഉണ്ടാവുകയായിരുന്നു. പ്രിയ ജോൺസിച്ചാൻ്റെ മോൾ ഇവിടുന്ന് ആരാധിച്ച് നൃത്തം ചെയ്ത് ആരാധിച്ചപ്പോൾ എനിക്കൊത്തിരി അഭിമാനം തോന്നി. നമ്മുടെ തലമുറകൾ പാപത്തിൻ്റെ അഗാധഗർത്തത്തിൽ വീഴാതിരിക്കേണ്ടതിനായിട്ട് ദൈവം അവരുടെ മേൽ സ്വാധീനം ചെലുത്തട്ടെ. ആകയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഉപവസിക്കുക മാത്രം ചെയ്യുക. ഞാൻ സാധാരണ പറയാറുണ്ട്, അനേക കുഞ്ഞുങ്ങൾ നൈൽ നദിയിൽ താണു പോകുമ്പോൾ മോശ കുഞ്ഞിന് വേണ്ടി അവന്റെ മാതാവ് ഉണ്ടാക്കിയ പെട്ടകത്തിൽ ആ കുഞ്ഞ് സുരക്ഷിതമാണ്. ഇന്ന് രാത്രിയിൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയാം, തലമുറയോർത്ത് ഭാരപ്പെടുന്ന മാതാവേ, നിന്റെ പ്രാർത്ഥനയാകുന്ന പെട്ടകത്തിൽ നിന്റെ തലമുറ സുരക്ഷിതത്വമുള്ളവനാണ്, സുരക്ഷിതത്വമുള്ളവളാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് അല്പസമയം ദൈവത്തിനൊന്ന് ആരാധന അർപ്പിക്കാം. നമ്മുടെ തലമുറകൾ ഒരിക്കലും നൈൽ നദിയിൽ ഒഴുകി പോകത്തില്ല. അവന് വേണ്ടി ചില ഞാങ്ങണകൾ അവിടെ ദൈവം വളർത്തി വെച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, നിലവിളിക്കുന്ന നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു ഉറവ തുറന്നിട്ടിട്ടുണ്ട്. ദൂരമാന വൈഡജാന രക്ഷതേരജാന രന്ധരേഖജാന തലമുറയ്ക്ക് വേണ്ടി വേദന അനുഭവിക്കുന്ന പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാരോട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ദൂത് കേട്ടുകൊള്ളുക. ഹാഗാരേ, നിന്റെ തലമുറ മരുഭൂമിയിലാണെങ്കിലും ഒരു കുറുങ്കാട് അവന് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. മരുഭൂമിയാണെങ്കിലും ഇസ്മായേലിനെ ഒരു കുറുങ്കാട്ടിൽ കൊണ്ടിട്ടതുപോലെ, നൈൽ നദിയാണെങ്കിലും ഞാങ്ങണയുടെ ഇടയിൽ മോശയെ ഇട്ടതുപോലെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരു ഞാങ്ങണയെ ഒരുക്കിയിരിക്കും. പ്രാർത്ഥിക്കുന്ന മാതാ പിതാക്കന്മാരുടെ തലമുറകൾ വെയിൽ കൊണ്ട് തകരാതിരിക്കുവാൻ മരുഭൂമിയാണെങ്കിലും ഒരു കുറുങ്കാട് ദൈവം ഒരുക്കിയിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുക, ഇന്ന് ഏറ്റവും അധികം അഭിമാനിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന വ്യക്തി ബാലുകളിലെ ബാവുച്ചാനായിരിക്കും. പ്രിയ ബാവുച്ചാൻ്റെ മോള് സാക്ഷി പറയുന്നപ്പോൾ നിറകണ്ണുകളോടെ താനത് കേൾക്കുകയായിരുന്നു. നമ്മുടെ തലമുറ കർത്താവിനെ ഉയർത്തുമ്പോൾ ഹാലിൽ ഒരു കാര്യം ഉറപ്പാണ്, വളരെ കണ്ണുനീരിൻ്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. വളരെ കണ്ണുനീരിൻ്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. തലമുറയെ എത്ര പാപം സ്വാധീനിച്ചാലും അമ്രാമിനും യോഖേബേദിനും പറയാൻ കഴിയും, അനേകം കുഞ്ഞുങ്ങൾ നൈൽ നദി താണ് കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ തലമുറ താഴത്തില്ല. കാരണം ഞങ്ങൾ അവർക്ക് വേണ്ടി പെട്ടകം തീർത്തിട്ടുണ്ട്. നിന്റെ ഉപവാസവും നിന്റെ പ്രാർത്ഥനയും നിന്റെ തലമുറയ്ക്ക് പെട്ടകമായിട്ട് അത് രൂപപ്പെടുകയാണ്. എത്ര പേർക്ക് സന്ദേശം മനസ്സിലാകുന്നു? ഉപവാസം നിർത്തരുതേ, പ്രാർത്ഥന നിർത്തരുതേ. ഒരു പക്ഷേ നിന്നിൽ നിന്നും കൈവിട്ടു പോയെന്ന് വിചാരിച്ചാലും നിന്റെ കയ്യിൽ നിന്റെ തലമുറയുണ്ടാകും. ആൺകുഞ്ഞുങ്ങളെയെല്ലാം നൈൽ നദിയിൽ എറിഞ്ഞ് കളയണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ച അതേ കൊട്ടാരത്തിൽ തന്നെയാണ് മോശെ ദൈവം വളർത്തിയത്. കൊല്ലണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചവന്റെ കേന്ദ്രത്തിൽ തന്നെയാണ് മോശെ ദൈവം വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് പാപം പെരുകി പ്രബലപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഉപദേശങ്ങളൊക്കെ തലമുറകൾക്ക് ഒരു ഹല്ലേലൂയ തണലാണ്, ഒരു പെട്ടകമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പത്രോസ് പറയുകയാണ്, സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു യേശു പാപപരിഹാരകനാണെന്ന്. സക്കരിയ പ്രവചനം 13-ാം അധ്യായം 1-ാം വാക്യം കൂടി വായിക്കാം. സക്കരിയ പ്രവചനം 13:1. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും
യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. സക്കറിയാവിലൂടെയും ദൈവം പറയുകയാണ്, പഴയ നിയമകാലം തീരാറായി. സക്കറിയാവിലൂടെ പറയുകയാണ്, പാപത്തിൻ്റെ മാലിന്യത്തിൻ്റെ ഉറവകളെ തടഞ്ഞു നിർത്തുവാൻ ഒരുവനെ ഞാൻ അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഓരോ പ്രവാചകവര്യന്മാരിലൂടെ പ്രവചിച്ച് അവസാനം ദൈവം ചെയ്തത്, ദൈവം തൻ്റെ ദൂതൻ ഗബ്രിയേലിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ലോകത്ത് ചെന്ന് പറയണം, ഒരുവൻ പാപം പരിഹരിക്കുവാൻ അവതരിക്കാൻ പോവുകയാണ്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെ രക്തത്തിന് പാപം പരിഹരിക്കാൻ കഴിയാതിരുന്നപ്പോൾ പാപം കേവലം മറയപ്പെട്ടെന്ന് പറഞ്ഞ് വേദനയോടെ അവരിനോട് നിലവിളിക്കുകയാണ്. പുരോഹിതന്മാരുടെ മധ്യസ്ഥതകൾ കൊണ്ട് പാപം പരിഹരിക്കാൻ കഴിയത്തില്ലെന്ന് വേദനപ്പെടുന്ന ജനത്തോട് മനുഷ്യരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അവർ വിശ്വസിച്ചില്ല. ദൈവം തൻ്റെ ദൂതൻ ഗബ്രിയേലിനെ വിളിച്ചു പറയുകയാണ്. മത്തായി 1:21 വായിച്ചാട്ടെ. ഹല്ലേലൂയ. അവൾ ഒരു മകനെ പ്രസവിക്കും. ഗബ്രിയേൽ വന്ന് പറയുകയാണ്, അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. നോക്കണം, ഗബ്രിയേലിലൂടെ ദൈവം അറിയിച്ച സന്ദേശം എന്നറിയാമോ? അവൻ ആരുടെ ജനത്തെ? തന്റെ ജനത്തെ, യഹൂദന്മാരെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി വരികയാണ്. വളരെ സന്തോഷമുണ്ടായി. നമ്മളൊന്നും അതിൽ ഉൾപ്പെടുത്തപ്പെട്ടില്ല. സത്യത്തിൽ സുറോഫനിക്ക സ്ത്രീ വന്നപ്പോൾ മക്കളുടെ അപ്പമെടുത്ത് നിങ്ങൾക്ക് തരത്തില്ല, മക്കൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. സ്തോത്രം. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ? യോഹന്നാൻ 1:11-12 നമുക്ക് സന്തോഷിപ്പാൻ വകയുള്ള കാര്യം, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതിനായിട്ടാണ് യേശു വന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ യേശുവിനെ പ്രസംഗിക്കത്തില്ലായിരുന്നു. കാരണം യഹൂദൻ്റെ പാപത്തെ പരിഹരിക്കാനാണ് യേശു വന്നത്. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ? വായിച്ചാട്ടെ. അവൻ യേശു സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരും അവനെ കൈക്കൊണ്ടു. ശ്രദ്ധിച്ചോണം, നമ്മൾ കരമടിച്ച് ആരാധിക്കത്തക്ക നിലയിലുള്ള വചനമാണ്. ഗബ്രിയേൽ മുഖാന്തരം പറഞ്ഞു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ വരികയാണ്. പക്ഷേ അവൻ സ്വന്തത്തിലേക്ക് വന്നു, എന്നാൽ സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. പ്രമാണത്തിന് അല്പം ഭേദഗതി വരുത്തി മുഴു ലോകത്തേക്ക് നോക്കിക്കൊണ്ട് വചനം വിളിച്ചു പറയുന്ന അടുത്ത വചനം, അവനെ കൈക്കൊണ്ട് ദൈവം പറയുകയാണ്, യേശു വന്നത് യഹൂദന്മാരുടെ ഇടയിൽ കാണാതെ പോയ ആടുകളെ തേടിയാണെങ്കിലും യഹൂദന്മാർ യേശുവിനെ അംഗീകരിക്കാതെ ക്രൂശിച്ചപ്പോൾ വചനം സർവ്വലോകത്തോട് വിളിച്ചു പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഇന്ന് രാത്രിയിൽ കരമടിച്ച് അല്പസമയം നമ്മൾ ദൈവത്തിൽ നിന്ന് മഹത്വമർപ്പിക്കണം. അവൻ സ്വന്തത്തിലേക്ക് വന്നപ്പോൾ, സ്വന്തമായവർ അംഗീകരിക്കാതിരുന്നപ്പോൾ പ്രമാണം എഴുതി വെച്ചു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏത് ജാതിയിലും ഏത് മതത്തിലും പെട്ട വ്യക്തിയുമായിക്കൊള്ളട്ടെ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ അധികാരത്തിൻ്റെ പ്രഖ്യാപനമാണ് സുവിശേഷ സന്ദേശമെന്ന് പറയുന്നത്. ഗബ്രിയേൽ മുഖാന്തരം പറഞ്ഞു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വരുന്നു. ആ യഹൂദ സ്ത്രീയോട് പറയാൻ പറഞ്ഞു. ആരോട് പറഞ്ഞു? കൃപ ലഭിച്ചവളോട്. കൃപ ലഭിച്ചവളാണെങ്കിലും അപവാദത്തിന് വിധേയപ്പെട്ട് വിവാഹബന്ധമെല്ലാം മുടക്കപ്പെട്ടു. യോസഫ് തീരുമാനിച്ച് ഇനി ഇവളെ കെട്ടത്തില്ലെന്ന്. ആരെ? കൃപ പ്രാപിച്ച മറിയയെ. എന്ന രാത്രി യോസഫിന് ദർശനത്തിൽ വെളിപ്പെട്ടിട്ട് പറഞ്ഞു, നീ ശങ്കിക്കണ്ട, അവളെ ചേർത്തുകൊള്ളണം. ഇന്ന് രാത്രി ഒരു ദൂതൂടെ ഞാൻ പറയാം. കൃപ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നിന്റെ വിഷയത്തിൽ ദൈവം തന്നെ ദൂതനെ അയക്കും. ആരോടൊക്കെയുള്ള ദൈവത്തിന്റെ ദൂതാണ്. ഹാലേലൂയ. വിഷയം വിട്ടാണെങ്കിലും നിന്നോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. എന്നാൽ അവരുടെ ഭാവി ജീവിതം അനിശ്ചിതത്വത്തിലായപ്പോൾ ഗബ്രിയേൽ അതെ ദൈവം തന്നെ ദൂതനെ അയച്ചിട്ട് യോസഫിനോട് പറഞ്ഞു, ശങ്കിക്കണ്ട, അവളെ ചേർത്തുകൊള്ളുക, അവളെ ഉപേക്ഷിക്കരുത്. കൃപ പ്രാപിച്ചെങ്കിൽ പ്രതികൂലമുണ്ടാകും, പ്രതിസന്ധി ഉണ്ടാകും. നമ്മുടെ പ്രതിസന്ധികൾ സങ്കീർണമാകുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. യേശു പാപപരിഹാരകനാണെന്നൊക്കെ പരിചയപ്പെടുത്തി ഗബ്രിയേലിനെ അയച്ചു പറഞ്ഞു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ 30 വയസ്സ് വരെ യേശു യഹൂദ മതമണ്ഡലത്തിൽ ജനിച്ച് ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ സ്നാനപ്പെടാൻ കടന്നു വന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യമെന്ന് വായിക്കാം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യഹൂദന്റെ വീട്ടിൽ വളർത്തപ്പെടുന്ന ഒരു യഹൂദന്റെ കുഞ്ഞാടിനെ യാഗമർപ്പിക്കുമ്പോൾ യഹൂദന്റെ പാപം പരിഹരിക്കപ്പെടുമായിരുന്നു.
യഹൂദ മതമണ്ഡലത്തിലെ പുരോഹിതൻ്റെ മകൻ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യഹൂദൻ്റെ പാപത്തെ ചുമന്നിരിക്കുന്ന യഹൂദൻ്റെ കുഞ്ഞാടല്ല യേശു ക്രിസ്തു. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഇന്ന് രാത്രിയിൽ ഈ ചെന്നിത്തലയിലും സുവിശേഷം പ്രസംഗിക്കുവാൻ കാരണം യേശു എന്നത് ലോകത്തിൻ്റെ പാപത്തെ ചുമന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രഥമഘട്ടത്തിൽ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ് യേശു പാപപരിഹാരകനാണെന്ന്. 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത് വാക്യമെന്ന് വായിക്കാം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ യേശുവിന്റെ 3.5 വർഷത്തെ ശുശ്രൂഷ വിലയിരുത്തിയ ഭക്തൻ പൗലോസ് പറയുകയാണ്, ക്രിസ്തു യേശു വന്നത് പാപികളെ രക്ഷിക്കാനാണ്. മത്തായിയുടെ സുവിശേഷം 9:6 വായിക്കാം. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 6-ാം വാക്യം. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്. പുരോഹിതന്മാരോട് കേട്ടോണം. പുരോഹിതന്മാരെ, നിങ്ങൾക്ക് പാപം പരിഹരിക്കാൻ കഴിയത്തില്ലെന്ന് ബൈബിൾ പറഞ്ഞില്ലേ? പക്ഷേ ഒരുവനെ പരിചയപ്പെടുത്തുകയാണ്. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ ഒരുവനെ അധികാരമുള്ളൂ, അത് യേശു മാത്രമാണ്. ഒരു മധ്യസ്ഥർക്കും അതിനുള്ള കുത്തക അവകാശം ദൈവം കൊടുത്തിട്ടില്ല. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ യേശുവിന് മാത്രമേ അധികാരമുള്ളൂ. നാം ഓരോരുത്തരും ആ അധികാരത്തിന് വിധേയപ്പെട്ടത് കൊണ്ടാണ് വിശുദ്ധീകരിക്കപ്പെട്ട് പ്രാഗൽഭ്യത്തോടെ ദൈവത്തെ ആരാധിക്കുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 2 വാക്യം കൂടെ വായിച്ചു നിർത്തുന്നു. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒരു യഹൂദന്മാർക്ക് വേണ്ടി ലേഖനം എഴുതുകയാണ്. അപ്പോൾ എഴുതുകയാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേഗത്തിൽ അതിന് ഭേദഗതി വരുത്തുകയാ. എന്താ ഭേദഗതി? നമ്മുടേതിന് മാത്രമല്ല, അവൻ നമ്മുടേതിന് മാത്രമല്ല, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു എന്ന് അഭിമാനത്തോടെ യഹൂദൻ എഴുതുമ്പോൾ വേഗത്തിൽ ഭേദഗതി വരുത്തുകയാണ്. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെയും പാപത്തിന്റെ പരിഹാരത്തിന് തന്നെ ഇന്ന് രാത്രിയിൽ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് മഹത്വമർപ്പിപ്പാൻ നമുക്ക് കഴിവും. എന്തുകൊണ്ടെന്നാൽ സർവ്വലോകത്തിൻ്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശുവിന്റെ ക്രൂശീകരണത്തെ മനസ്സിലാക്കിയ ഭക്തൻ പത്രോസ് പറയുകയാണ്, അവൻ ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ടാണ്. പ്രവാചകവര്യന്മാരിലൂടെ പറഞ്ഞത്, ഗബ്രിയേലിലൂടെ പറഞ്ഞത് തൻ്റെ ശിഷ്യന്മാർ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അങ്ങനെയെങ്കിൽ നമ്മുടെ പാപം യേശു പരിഹരിച്ചു. നാം എന്താ ചെയ്യേണ്ടത്? ഒരു വാക്യം കൂടെ വായിച്ചു നിർത്താം. അപ്പോസ്തല പ്രവൃത്തി 3:19 വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. പാപങ്ങൾ മാഞ്ഞു കിട്ടണമെങ്കിൽ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞാൽ എന്താ ഗുണം? അടുത്തത്, എന്നാൽ കർത്താവിന്റെ സമുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും. സമാധാനമില്ലാതാണോ വന്നിരിക്കുന്നത്? ആശ്വാസം വേണോ? കർത്താവിൻ്റെ സമൂഹത്തിൽ നിന്ന് കിട്ടും. പക്ഷെ ഒരു വ്യവസ്ഥ, പാപങ്ങളെ ഏറ്റുപറയണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ് പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ്റെ സമൂഹത്തിൽ നിന്നും ആശ്വാസകാലങ്ങൾ വരും. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആളാണ്. 2 സഹോദരിമാരാണ് എനിക്കുള്ളത്. എൻ്റെ 12-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ അറിഞ്ഞു. കുടുംബമെല്ലാം തകർന്ന് തരിപ്പണമായി എന്നെയും സഹോദരിമാരെയും കൊണ്ട് ആത്മഹത്യക്ക് വേണ്ടി പോയതാണ്. ദൈവശബ്ദം കേട്ട് മടങ്ങി വന്നു. ഇവിടെ വചനം പറയുന്നു, മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ്റെ സമൂഹത്തിൽ നിന്നും ആശ്വാസകാലങ്ങൾ. ആശ്വാസം അനുഭവിക്കുന്നില്ലേ? നമ്മൾ ആശ്വാസം അനുഭവിക്കുന്നില്ലേ? അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടുകയാണ്. ഒരു നിമിഷം കണ്ണുകളടച്ച് എല്ലാവരും അല്പസമയം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു, പ്രവാചകവര്യൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പ്രവാചകവര്യന്മാർ പ്രവചിക്കുകയാണ്. പ്രവചിച്ച പ്രവചനങ്ങളെല്ലാം തുകൽ ചുരുൾ എഴുതി ഭദ്രമായി കാത്തു സൂക്ഷിച്ചു. കാലസമ്പൂർണ്ണതയിൽ സ്ത്രീയുടെ സന്തതിയായി യേശു ക്രിസ്തു കാലിത്തൊഴുത്തിൽ പിറന്നു. 30 വയസ്സുവരെ യഹൂദ മതമണ്ഡലത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചു. 30-ാമത്തെ വയസ്സിൽ താൻ
യോഹന്നാൻ ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുമ്പോൾ ഹല്ലേലൂയ യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ യൂദ യേശുവിനെ ചുംബനത്താൽ ഒറ്റുകൊടുക്കുന്നു. അനന്തരമായി വിചാരണയ്ക്ക് വേണ്ടി വിധേയപ്പെടുത്തുകയാണ്. ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും പീലാത്തോസിൻ്റെയും 70 പേരടങ്ങുന്ന ന്യായാധിപ സംഘാംഗങ്ങളുടെ മുൻപാകെ വിചാരണയ്ക്ക് വിധേയപ്പെടുത്തി. പീലാത്തോസ് പറഞ്ഞു, ഇവൻ നീതിമാനാണ്. ഹെരോദാവ് പറഞ്ഞു, ഇവൻ മരണയോഗ്യമായതൊന്നും ചെയ്തില്ല. എന്തുകൊണ്ട് യേശു മരിച്ചു? യേശുവിൻ്റെ മരണം ഒരു പകരമരണമാണ്. നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ഹല്ലേലൂയ യാഗമാക്കപ്പെടുകയായിരുന്നു. മതരാഷ്ട്രീയ കുറ്റങ്ങൾ യേശുവിൻ്റെ മേൽ ചുമത്തിക്കൊണ്ട് പീലാത്തോസിൻ്റെ ഗബഥ എന്നറിയപ്പെടുന്ന കൽത്തളത്തിലേക്ക് യേശുവിനെ കൊണ്ടുവരികയാണ്. ആ കൽത്തളത്തിൻ്റെ നടുവിൽ നാട്ടപ്പെട്ട കൽക്കുറ്റിലേക്ക് യേശുവിൻ്റെ ഇരുകരവും ചേർത്ത് ബന്ധിക്കുന്നു. അർദ്ധനഗ്നനായി കുനിഞ്ഞു നിൽക്കുന്ന യേശുവിൻ്റെ പുറത്തേക്ക് റോമൻ പടയണികൾ ചാട്ടവാറും പ്രഹരം ആരംഭിക്കുമ്പോൾ മാംസളമായ ഭാഗത്തേക്ക് ചാട്ടവാറിൽ അഗ്രത്ത് കോർത്തിണക്കപ്പെട്ട ചൂണ്ടകൾ അസ്ഥിക്കഷ്ണങ്ങൾ ആഴ്ന്നിറങ്ങുന്നു. ആ ചാട്ടവാർ വലിച്ചു പറിച്ചപ്പോൾ ഉഴവുകാർ ഒഴിവുചാൽ ഉഴുതുമറിക്കും പോലെ യേശുവിൻ്റെ ശരീരം ഉഴുതുമറിയപ്പെട്ടു. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഈ ദേശത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്ന ആരെങ്കിലും യേശുവിലൂടെയുള്ള പാപപരിഹാരം പ്രാപിക്കാത്ത ആരെങ്കിലും ഞങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതികഠോരമായ ക്രൂരമായ ശിക്ഷണാമുറകൾക്കനന്തരം ഭാരമേറിയ പച്ച പൈൻമര കുരിശും ചുമന്നുകൊണ്ട് വേച്ചും വിറച്ചും വീണും എഴുന്നേറ്റും വേച്ചും വിറച്ചും വീണും എഴുന്നേറ്റും ഗോൽഗോഥാ കുന്ന് ലക്ഷ്യമാക്കി യാത്ര ആരംഭിക്കുന്നു. ആ യാത്രയൊടുവിൽ ഗോൽഗോഥാ കുന്നിലെത്തുകയാണ്. റോമൻ പടയണികൾ യേശുവിനെ ക്രൂശിനോട് ചേർത്ത് വെച്ച് കാൽക്കരങ്ങൾ ബന്ധിച്ച് 3 കാരിരും പാണികൾ കൊണ്ട് ക്രൂശിനോട് ചേർത്ത് വെച്ച് അടിച്ചുറപ്പിച്ച് പാറയിൽ വെട്ടിയുണ്ടാക്കിയ വിള്ളിലേക്ക് യേശുവിൻ്റെ ശരീരം ഉയർത്തി താഴ്ത്തിയിടുമ്പോൾ അസ്ഥിയോട് ബന്ധം വിട്ടുപോകുമാറ് യേശുവിൻ്റെ ശരീരം ക്രൂശിൽ ആടിയുലഞ്ഞു. ഞങ്ങളുടെ പരസ്യയോഗത്തിലെ ടീം അംഗങ്ങളെല്ലാം മുന്നോട്ട് കടന്നു വന്ന്, പ്രത്യേകിച്ച് പ്രിയ ജോൺസി ചായനും പ്രിയ ലൗലി സിസ്റ്റർക്ക് മുന്നോട്ട് കടന്നു വന്ന് ഹല്ലേലൂയ രക്ഷിതാവിനെ കാണുക പാപി എന്നുള്ള പാട്ട് പാടുമ്പോൾ ഹല്ലേലൂയ നിങ്ങൾക്ക് സമർപ്പിക്കേണ്ടതിനായിട്ടുള്ള സമയമാണ്. ആ ഗേറ്റിൻ്റെ അരികിൽ നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ഒരു സമയമാണ്. യേശുവിലൂടെ പാപപരിഹാരം പ്രാപിച്ചില്ലെങ്കിൽ പാപത്തിന് ശമ്പളം നിത്യ നരകമാണ്. ഇവിടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിനെ സ്മരിക്കുന്ന ഒരു ഗാനം ഞങ്ങൾ ടീം അംഗങ്ങൾ ചേർന്ന് പാടുമ്പോൾ നിങ്ങൾക്ക് സമർപ്പിക്കുവാനുള്ള സമയമാണ്. മരണം അതിൻ്റെ കാരാളഹസ്തത്താൽ ആരെയും എപ്പോഴും പിടിക്കാം. മാതാവേ, പിതാവേ, സഹോദര സഹോദരി, താങ്കൾ മരിക്കുന്നതിന് മുൻപ് ഇന്ന് രാത്രി ഒരു തീരുമാനമെടുക്കണം. യേശുവേ, അങ്ങ് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനും കൂടെയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവായ യേശുവിൻ്റെ ക്രൂശിനെ സ്മരിക്കുന്ന നിരവധി കവിതകൾ കവിവരന്മാർ രചിച്ചിട്ടുണ്ട്. ഗാനരചയിതാക്കൾ ഒട്ടനവധി ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ദൈവനാമ മഹത്വത്തിനായി കർത്താവായ യേശുവിൻ്റെ ക്രൂശിനെ സ്മരിക്കുന്ന ഗാനം ഇവിടെ ആലപിക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും അതത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പോകരുത്. ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ ദേശത്ത് നമ്മൾ ജനിച്ചു വളർത്തപ്പെട്ട ദേശത്ത് നമ്മുടെ അയൽവാസികൾ, ദേശനിവാസികൾ യേശുവിലൂടെയുള്ള പാപപരിഹാരം പ്രാപിക്കേണ്ടതിനായി കർത്തൃകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവായ യേശുവിൻ്റെ ക്രൂശിനെ സ്മരിക്കുന്ന അനുഗ്രഹീതമായ ഗാനം ദൈവനാമ മഹത്വത്തിനായി ശ്രോതാക്കളുടെ സമർപ്പണത്തിനായി ആലപിക്കുന്നു. കാൽവറി മലമേൽ നോക്കുനീ, കാൽവറി മലമേൽ നോക്കുനീ, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ
രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി. നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. എല്ലാവർക്കും ഒരു നിമിഷം കൂടെ ദൈവസന്നിധിയിൽ ഇരിക്കാമല്ലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലകളിൽ ഇന്ന് രാത്രിയിൽ കൂടപ്പെട്ടവരോട് ദേശത്തോട് ഐശ്വര്യമായി ദൈവാത്മാ നിയോഗത്തോടെ വചന സന്ദേശം അറിയിച്ച കർത്താവിൻ്റെ ദാസൻ ലതീഷ് പാസ്റ്റോട് VR1 ജീസസ് ക്രൈസ്റ്റ് എന്ന മനുഷ്യയുടെ പേരുള്ളതായ നന്ദിയും വന്ദനവും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യകതയില്ല. കാരണം VR1 ജീസസ് ക്രൈസ്റ്റ് എന്ന പരസ്യയോഗ ടീമിൻ്റെ നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസനാണ്. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ യോഗത്തിൽ